ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 12 ശ്ലോകം 5. ബ്രഹ്മാവിൻ്റെ നാസികാധാരത്തിൽ നിന്ന് ഒരു പെരുവെല്ലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പന്നിക്കുഞ്ഞ് പുറത്തേക്ക് ചാടി. അതിനുശേഷം അത് ക്രമേണ ആനയുടെ വലിപ്പത്തിൽ വളർന്ന് ആകാശത്തിൽ അങ്ങനെ ഉന്നത ശരീരനായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ബ്രഹ്മാവും മരീചാതി പുത്രന്മാരും ഒക്കെ വിസ്മയത്തെ പ്രാപിച്ചു. അതിനുശേഷം എന്താ ഉണ്ടായത് നോക്കാം. 5-ാമത്തെ ശ്ലോകം. കോസാവചിന്യമഹിമാഗിരിരുത്തിതോ മേ നാസാപുടാത് കിമുപവേദജിതസ്യ മായാ യത്തം വിചിന്തയതിദാദരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. കഹ അസോ അചിന്യമഹിമാ കിടിഃ ഉത്തിതഃ മേ നാസാപുടാത് കിമു ഭവേദ് ഹജിതസ്യ മായാ ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. മേ നാസാപുടാത് ഉത്തിതഃ എൻ്റെ നാസികാധാരത്തിൽ നിന്നുണ്ടായ അചിന്യമഹിമാ അസോ ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ കിടിഃ കഹ ഈ വരാഹം ആരാണ്? അജിതസ്യമായ വിഷ്ണു ഭഗവാന്റെ മായ ഭവേദ്ക്കുമോ മായ ആയിരിക്കുമോ? ദാദരി ഇത്തം വിചിന്തയതി ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ ത്വം അവിടുന്ന് സദ്യ പെട്ടെന്ന് ശൈലമാത്ര ഒരു കുന്നിൻ്റെ വലിപ്പം കൊണ്ട് ശൈലമാത്ര ഭവൻ ഘോരഘോരം ജഗർജിത കില ഒരു കുന്നിൻ്റെ വലിപ്പം പൂണ്ട് അതിഘോരമായിട്ട് ഗർജിച്ചു. എൻ്റെ നാസികാധാരത്തിൽ നിന്നും ഉണ്ടായ ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ ഈ വരാഹം ആരാണ്? വിഷ്ണു ഭഗവാന്റെ മായ ആയിരിക്കുമോ? ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ അവിടുന്ന് പെട്ടെന്ന് ഒരു കുന്നിൻ്റെ വലിപ്പം പൂണ്ട് അതിഘോരമായി ഗർജിച്ചു. കോസാവചിന്യമഹിമാ കിടിരുത്തിതോ മേ നാസാപുടാത് കിമുപവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. കോസാവചിന്യമഹിമാ കിടിരുത്തിതോ മേ നാസാപുടാത് കിമുപവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. കോസാവചിന്യമഹിമാ കിടിരുത്തിതോ മേ നാസാപുടാത് കിമുപവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്ര സദ്യോ